ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് കാലമായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് ഒരു കാര്യം ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പുച്ഛം, പരിഹാസം. ഒരു ഭാര്യയ്ക്കും സഹിക്കാത്തൊരു സംഭവമാണ് ഈ പുച്ഛം, പരിഹാസം എന്നുള്ളത്. എന്ത് പറഞ്ഞാലും നമ്മളെ പുച്ഛിക്കുക. നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുക. നീ എന്ത് വിട്ടിത്തമാണ് ഈ പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുമാതിരി പുച്ഛത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവിടെ ഒരു വിലയില്ലാത്ത രീതിയിൽ കാണുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തിനെ പരിഹസിക്കുക. എന്തൊരു പൊട്ടത്തരാണ് നീ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പുച്ഛം, പരിഹാസം ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കി സംസാരിക്കുക, കളിയാക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാക്കി സംസാരിക്കുക. അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഇപ്പോൾ പാചകത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറ്റം പറയാം. നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും പറയാതിരിക്കുക നല്ലത്, അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുക നല്ലത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കൊച്ചാക്കി സംസാരിക്കുക. ഇതൊരു ഭാര്യയും ഒരിക്കലും സഹിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറ്റുള്ള സ്ത്രീകളെ പുകഴ്ത്തി പറയുക. നമ്മളോട് വന്നിട്ട് എൻ്റെ ഓഫീസിലുള്ള അവരങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ കൊളീഗ് ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയെ കണ്ടില്ലേ, അവരെന്തൊരു മോഡേൺ ആണ്, എന്തൊരു ഭംഗിയിലാണ് നടക്കുന്നത്, എന്തൊരു വൃത്തിക്കാണ് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ള സ്ത്രീകളെ നമ്മളോട് വന്നിട്ട് പുകഴ്ത്തി പറയുക. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. അതായത് താരതമ്യം ചെയ്യുക. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, നീ എന്താണ് ഇങ്ങനെ, അവളെ നോക്കുക, അവൾ എന്തൊരു ഭംഗിയാണ്, എന്തൊരു വൃത്തിയിലാണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ, അവളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും. അവൾ അങ്ങനെയാണ്, അവൾ ആ ഭർത്താവിനെ അവൾ കെയർ ചെയ്യുന്നത് നോക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. ഇതും ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി ബോഡി ഷെയ്മിംഗ് നടത്തുക. നിനക്ക് എന്തൊരു മണ്ണാണ്, നീ എന്താണ് ഇങ്ങനെ തടിച്ചിട്ടുള്ളത്, നീ ഏത് ഡ്രസ്സ് ഇട്ടിട്ടും കാര്യമില്ല, നിന്റെ തടി കാരണം നിനക്കത് ചേരുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് ഒട്ടും ഹൈറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് അതൊന്നും പറ്റില്ലല്ലോ, നിനക്ക് ബസ്സിൽ കയറിയാൽ നിനക്ക് എങ്ങനെ നീ നിൽക്കും, ഇങ്ങനെ ഹൈറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റിൻ്റെ പേരിൽ ഇങ്ങനെ ബോഡി ഷെയ്മിംഗ് നടത്തുക. നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നീ എന്തൊരു കറുത്തിട്ടാണ്, നീ എന്ത് ഫെയർ ലവ്ലി തേച്ചിട്ടും കാര്യമില്ല, നീ ഒരിക്കലും വെളുക്കില്ല, ഫെയർ ലവ്ലി കൂടി കറുക്കുക എന്നല്ലാതെ ഇങ്ങനെയൊക്കെ നമ്മളെ ബോഡി ഷെയ്മിംഗ് നടത്തുക. ഭർത്താവ് വിചാരിക്കുന്നത് ജസ്റ്റ് ഫോർ എ ഫണ്ണായിരിക്കും, പക്ഷേ അത് ഭാര്യയ്ക്ക് നന്നായിട്ട് ഹർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ സ്വന്തം വീട്ടുകാരെ കുറ്റം പറയുക. അത് ഏതൊരു ഭാര്യയും സഹിക്കാത്ത ഒന്നാണ്. നമ്മുടെ വീട്ടുകാരെ കുറ്റം പറയുക എന്നുള്ളത്. നിന്റെ അച്ഛൻ അങ്ങനെ, നിന്റെ അമ്മ അങ്ങനെ, നിന്റെ ഏട്ടൻ ഇങ്ങനെ, നിന്റെ അനിയത്തി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാരെ ഇങ്ങനെ കുറ്റം പറയുക. അതും എന്തില്ല, ഒരു ഭാര്യയും സഹിക്കില്ല. നെക്സ്റ്റ് വൺ കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്ക് കൂടുക. അതായത് ഭാര്യയെ വഴക്ക് പറയുക കുട്ടികളുടെ മുന്നിൽ വെച്ച്. മാത്രമല്ല കുട്ടികളോട് ഭാര്യ നോ എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുക, അതിനെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. അവർ ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല, നീ നിന്റെ പാട് നോക്കി പോ, അല്ലെങ്കിൽ നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭാര്യനെ ഇങ്ങനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് കുട്ടികളുടെ മുന്നിൽ എന്ത് ചെയ്യുക, ഭാര്യയെ കുറ്റം പറയുക, എന്നിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അമ്മയ്ക്ക് ഇത്രയൊക്കെ വിലയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുകയും കുട്ടികൾക്കും അമ്മയോട് ഒരു വിലയോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഇല്ലാതെ പോകുമെന്നുള്ളതാണ്. നെക്സ്റ്റ് വണ് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭാര്യനെ ചീത്ത പറയുക, അടിക്കുക, വഴക്ക് പറയുക, ബോഡി ഷെയ്മിങ് നടത്തുക, കളിയാക്കുക, പരിഹസിക്കുക, പുച്ഛിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഭാര്യയും സഹിക്കാത്ത കാര്യമാണ്. അതേപോലെ ഭാര്യയും വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഭാര്യനെ സപ്പോർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, വീട്ടുകാരെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇതൊന്നും ഒരു ഭാര്യയും സഹിക്കില്ല. നെക്സ്റ്റ് വൺ അടിക്കുക. അറിയാലോ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും ഒരിക്കലും ഭാര്യനെ അടിക്കാനോ തൊഴിക്കാനോ ഒന്നും പാടില്ല. അതിന് എന്ത് തെറ്റ് ചെയ്താലും എത്രയൊക്കെ തന്നെ ദേഷ്യപ്പെട്ടാലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭർത്താവ് ഭാര്യനെ അടിക്കാൻ പാടില്ല. നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. ഭർത്താവ് കൊടുക്കേണ്ട ഒന്നല്ല ഭാര്യയുടെ സ്വാതന്ത്ര്യം. അവൾക്ക് അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ, താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവരിങ്ങനെ അടിച്ചേൽപ്പിക്കുക. അവരൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല, നീ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറയുക. അതല്ലെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും ഒന്ന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, നീ പോകണ്ട എന്ന് പറയുക. അതുപോലെ അവരുടെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ നടക്കൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക. അതുപോലെ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ മക്കളോട് ചോദിക്കും എന്ത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ. ഭാര്യനോട് ചോദിക്കുക നിനക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നൊന്നും ചോദിക്കില്ല. നിനക്കതല്ല ഇഷ്ടം, നീ അത് കഴിച്ചോ, അങ്ങനെ പറയുക. അല്ലെങ്കിൽ പറയാം നിനക്കിപ്പോൾ എന്തായാലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ ചോദിക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഭാര്യയുടെ ഇഷ്ടം എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക, അവരുടെ ഇഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് വണ് ഒരു ഭാര്യ വീട്ടിലുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. അതായത് ഭാര്യ എന്നുള്ളൊരു ആൾ വീട്ടിലുണ്ട് എന്നുള്ളത് ഓർക്കാതെ, അതല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു യന്ത്രം പോലെ ഒരു സാധനം വീട്ടിലുണ്ട് എന്ന് വിചാരിക്കുക. അവരോട് ആ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക, അവരോട് സംസാരിക്കാതിരിക്കുക. അവരെല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടാവും, പക്ഷേ അവരെ കേൾക്കാനോ
അവരോട് സംസാരിക്കാനോ സമയം കണ്ടെത്താതിരിക്കുക. ഇതൊന്നും ഒരു ഭാര്യ ഇഷ്ടപ്പെടാത്ത സംഗതികളാണ്. അതുപോലെ നെക്സ്റ്റ് വണ്, ഭാര്യ നമ്മളോട് എന്താണെങ്കിലും കാര്യമായിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിന് ചെവി കൊടുക്കാതിരിക്കുക, അത് ലിസൺ ചെയ്യാതിരിക്കുക, ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. ഭാര്യ ഇങ്ങനെ കാര്യമായിട്ടൊരു കാര്യം പറയായിരിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഓക്കെ എന്താ പറഞ്ഞത് ഓക്കെ ഓക്കെ ഇങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക. ഇത് ഏറ്റവും കൂടുതൽ ഒരു ഭാര്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വണ്, ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരു വൈഫാണെന്ന് വിചാരിക്കുക, വീട്ടമ്മയായിട്ടിരിക്കുന്ന ഒരു വൈഫാണ്. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാശ് ചോദിക്കുമ്പോൾ ഇത്ര കാശ് വേണം, എന്തിനാണ് നിനക്ക് ഇപ്പോൾ കാശ്, നിനക്ക് ഞാൻ കഴിഞ്ഞ ദിവസമല്ലേ കാശ് തന്നത്, നീ എന്താണ് നിനക്ക് ഇത്ര ചിലവ്, നീ ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലേ, നീ ഇങ്ങനെ ഓരോ ചിലവുകളാക്കിയാൽ നമുക്ക് അധിക ചിലവല്ലേ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന കാശിന് കണക്ക് പറയാം. അതുപോലെ കാശ് ചോദിക്കുമ്പോൾ തരാന്ന് പറയാം, പിന്നെ നാളെ തരാം, ഇന്ന് തരാം, അല്ലെങ്കിൽ 2 ദിവസം കഴിയട്ടെ, നിനക്ക് എന്താ അത്യാവശ്യം, ഇങ്ങനെയൊക്കെ അവരെ ഒരുമാതിരി ചോദിച്ച് അവരിങ്ങനെ പിറകെ നടക്കുന്ന രീതിയിൽ ചെയ്യുക. ഇതൊന്നും ഒരു ഭാര്യയും ഇഷ്ടപ്പെടില്ല. ഈ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളെ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നങ്ങളാണോ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ എന്നുള്ളത്. പക്ഷേ ഒരു ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന ഭർത്താവാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവും. ഈ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് വലിയ വഴക്കുകളും ആ വഴക്കുകൾ പിന്നീട് ഡിവോഴ്സിലേക്കും എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.